നമസ്കാരം കൂട്ടുകാരെ. മങ്കയം വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മങ്കയം വെള്ളച്ചാട്ടം തിരുവനന്തപുരത്തുള്ള പ്രധാന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് മങ്കയം വെള്ളച്ചാട്ടം. അതായത് സൗത്ത് കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം. 2ാം സ്ഥാനത്താണ് മങ്കയം വെള്ളച്ചാട്ടം വരുന്നത്. 2 വെള്ളച്ചാട്ടങ്ങളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ഈ മങ്കയം വെള്ളച്ചാട്ടത്തിൻ്റെ പേരിൽ 2 വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് കുരിശടി വെള്ളച്ചാട്ടം, ഒന്ന് കക്കയം വെള്ളച്ചാട്ടം എന്നിങ്ങനെ 2 വെള്ളച്ചാട്ടങ്ങളിലായിട്ട് 2 ഘട്ടങ്ങളിലായാണ് മങ്കയം വെള്ളച്ചാട്ടം വരുന്നത്. ഇത് പാലോട് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായാണ് ഈ മങ്കയം വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഒരാളിന് മങ്കയം വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനത്തിനായി 40 രൂപയാണ് നൽകേണ്ടത്. അതിനോടൊപ്പം തന്നെ വാഹനങ്ങൾക്കാണെങ്കിൽ അതിന് പ്രത്യേക ചാർജ് ഉണ്ടായിരിക്കുന്നത്. 2 വീലറിന് 15 രൂപ, കാറ് മുതലായ വാഹനങ്ങൾ, അതിന് മേലോട്ടുള്ള വാഹനങ്ങൾക്ക് 30 മുതൽ അങ്ങോട്ടുള്ള ചാർജാണ് ഈടാക്കുന്നത്. വളരെ അധികം ആയാസപ്പെടാതെ തന്നെ ട്രക്കിങ്ങിലൂടെ അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മളെ എത്തിക്കും. ആദ്യം നമ്മൾ കാണുന്നത് കക്കയം വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലായി നമ്മൾ കാണുന്നതാണ് കുരിശടി വെള്ളച്ചാട്ടം. ആദ്യത്തെ വെള്ളച്ചാട്ടം വളരെ ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ മേളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് പിന്നെ അതിന് മേളിലോട്ടുള്ള വെള്ളച്ചാട്ടം. ഈ 2 വെള്ളച്ചാട്ടങ്ങളുടെയും നേരിട്ട് നിന്ന് കുളിക്കാനോ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇവിടെ ലഭ്യമില്ല. അതായത് വെള്ളം വന്ന് വീണ് അരുവിയായിട്ട് ഒഴുകുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് കുളിക്കാൻ മാത്രമാണ് അനുമതി നൽകുന്നത്. അല്ലാതെ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഈ കാണുന്നത് പോലെ തന്നെ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഒരു കുളം പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നിന്ന് കുളിക്കാം. കാരണം ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇത് വേനൽക്കാലമായിട്ടുള്ള സമയമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത്. ഈ ഞായറാഴ്ച സമയത്ത് അവിടെ വേനലായതുകൊണ്ട് തന്നെ വെള്ളം വളരെ നേർത്ത രീതിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളമില്ല. എന്നിട്ട് പോലും അവിടെ വെള്ളത്തിൽ കുളിക്കാനുള്ള അനുമതി, അതായത് വെള്ളച്ചാട്ടം വീഴുന്ന ഭാഗത്ത് നിന്ന് കുളിക്കാനുള്ള അനുമതിയില്ല. അരുവിയിൽ നിന്ന് കുളിക്കാം. കുറച്ച് ഉള്ളിലോട്ടായി അരുവിയിൽ നിന്ന് കുളിക്കാനുള്ള ഇത് ആണ് ഉള്ളത്. ഈ കയറ്റം കയറി പോകുന്ന ഇത് കഴിഞ്ഞ് അവിടെ അടുത്ത ഏറ്റവും ലാസ്റ്റ് വെള്ളച്ചാട്ടത്തിന് മുകളിൽ വെച്ച് ഈ ബാരിക്കേഡ് വെച്ച് മറിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് കടക്കാനുള്ള അനുമതിയില്ല. പക്ഷേ ഞാൻ ഈ ബാരിക്കേഡ് കടന്ന് ഉള്ളിലോട്ട് ചെല്ലുകയും അതിൻ്റെ ഉള്ളിൽ ചെന്ന് ആ അവസാനത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേയധികം ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോവും വളരെ കുറവായിട്ട് എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വെള്ളച്ചാട്ടം ഇതുവരെ മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തോട്ട് നമ്മൾ കയറാൻ അനുമതിയില്ല. പക്ഷെ ഞാൻ ഈ ബാരിക്കേഡ് കടന്ന് ഉള്ളിലോട്ട്, ഈ ബാരിക്കേഡിൻ്റെ കടന്ന് ഉള്ളിലോട്ട് കയറുകയും, അത് കാരണം വൈകുന്നേരം അവിടുത്തെ ഗാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ളിലോട്ട് കയറുകയും, ഇതൊക്കെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. അതിനകത്ത് കയറി ആ വെള്ളച്ചാട്ടത്തിന് അടുത്തോട്ട് പോയി കുറച്ച് അതിനകത്ത് എൻജോയ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് മങ്കയം വെള്ളച്ചാട്ടം. ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ വെച്ചാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് അതിൽ തന്നെ കുളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു എങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനോട് യോജിക്കുന്നവരുണ്ടാവാം. സുരക്ഷ എന്നുള്ളത് ഓക്കെയാണ്. സുരക്ഷയോടൊപ്പം തന്നെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ സുരക്ഷയോടുകൂടി തന്നെ അവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എക്കോ ടൂറിസം പറയുന്നതിന് അത് അത്രയും ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.